നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്നേഹിതൻ നമ്മളെ അടിച്ചു, ചിലപ്പോൾ ഉണ്ടല്ലേ അടിച്ചാൽ വേദന തോന്നുക, എന്നാലും നമുക്ക് വിഷയം ഉണ്ടാവില്ല. നമ്മളെ ശത്രു നമ്മളെ കൈ ചൂണ്ടിയാൽ നമ്മൾ കേസ് കൊടുക്കും. നമ്മളെ ഇഷ്ടപ്പെട്ട ഒരാൾ എന്ത് ചെയ്തു, നമ്മളെ എന്താടെ പറയാറോ ഒരൊറ്റ അടി അടിയാളപ്പെട്ട വേദനയായി നരച്ചിരിക്കും. എന്തുകൊണ്ട്? ഇതിന്റെ പിന്നിൽ എന്താണ്? മഹബത്ത്. അതേപോലെ വേറൊരാൾ രണ്ട് വാക്കേറെ പറഞ്ഞാൽ അവൻ എന്നെ ഭീഷണിപ്പെടുത്തി പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോകും. ഇവിടെ എന്താ വിഷയം? വിഷയം റുഇയത്താണ്. കാണുന്നുണ്ടോ കാണില്ലേന്ന്. അള്ളാഹനെ കണ്ട വിഷയമല്ല, ഒന്നും വിഷയമില്ല, വേദനയില്ല, പ്രയാസമില്ല. അള്ളാഹനെ കണ്ട ഒന്നുമില്ല. അള്ളാഹനെ കാണണം. അതെന്താ കാണും? ഇവിടെ തന്നെ കാണും. അള്ളാഹുവിനോട് മഹബത്ത് വർദ്ധിച്ചാൽ പിന്നെ അള്ളാഹു അല്ലാതെ ആ അടിമയുടെ കൽബിൽ ഒന്നുമില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ പെണ്ണുങ്ങൾ കയ്യിലുള്ള കത്തി കൊണ്ട് കയ്യെ മുറിച്ചു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അവസാന ഭാഗം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ കണ്ടു. അപ്പോൾ യൂസുഫ് എന്ന ഒരാൾ അവരുടെ മുന്നിൽ ഉണ്ടാവുക, അവരുടെ മുന്നിൽ ഇല്ലാതിരിക്കുക, രണ്ട് ഹാലത്തുണ്ട്. ഈ യൂസുഫ് കൊട്ടാരത്തിൻ്റെ അലൈഹിസ്സലാം കൊട്ടാരത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അപ്പോഴെങ്ങാനുമാണ് അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെണ്ണ് കൈമുറിച്ചതെങ്കിലോ? പഴം കൊടുത്തു, കത്തിയും കൊടുത്തു. എല്ലാ പെണ്ണുങ്ങളുടെ കയ്യിലും പഴം കൊടുത്തു, കത്തിയും കൊടുത്തു. ആര് കൊടുത്തു? ഇമ്രാത്തുൽ അസീസ് കൊടുത്തു. സുലൈഖ എന്ന് വേണമെങ്കിൽ പറയാം. ഇമ്രാത്തുൽ അസീസ് എന്നാ ഖുർആൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അസീസിൻ്റെ ഭാര്യ. അസീസിന് അവിടെ ധനകാര്യമന്ത്രിയാണ്. ആര്? ഇയാൾ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അസീസ് എന്നത് അവിടുത്തെ ഒരു സ്ഥാനമാണ്. ഈ അസീസ് എന്ന വാക്ക് യൂസുഫ് നബിയെയും വിളിക്കുന്നുണ്ട് പിന്നീട്. യാ അയ്യുഹൽ അസീസ് മസ്സന വ അഹ്ലന ദുർർ. ഓർമ്മല്ലേ? മനസ്സിലായില്ലേ? അതിനുശേഷം വേറെ സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ, എന്ത്? യാ അയ്യുഹൽ അസീസ് മസ്സന വ അഹ്ലന ദുർർ വജിഇനാ ബിബിളാഅത്തിൻ മുസ്ദാത്തിൻ ഫഔഫി ലനൽ കൈല വതസദ്ദഖ് അലൈനാ പറയണില്ലേ? അപ്പോൾ അസീസ് എന്നാൽ അവിടുത്തെ ധനകാര്യമന്ത്രി. അപ്പം ധനകാര്യമന്ത്രിയുടെ ഭാര്യയെ പറ്റിയും യൂസുഫ് നബിയെ പറ്റിയും ഈ മിസ്റിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ തോന്നിയാസം പറഞ്ഞു പരത്തിയപ്പോൾ ചില കാരണങ്ങളുണ്ട് താനും ആ പെണ്ണിൻ്റെ പക്ഷത്ത്. അപ്പോൾ ആ പെണ്ണ് എന്ത് ചെയ്തു? ആ പെണ്ണ് പ്രഭുക്കളുടെ ഭാര്യമാരെയും മറ്റ് ഉന്നത കുല സ്ത്രീകളെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു സദ്യ ഒരുക്കി. ആ സദ്യക്ക് ശേഷം അവരുടെ കയ്യിൽ എന്ത് കൊടുത്തു? ഒരു പഴം കൊടുത്തു, ചെത്തി തിന്നോളൂ നിലക്ക്. പഴവും കൊടുത്തു, കത്തിയും കൊടുത്തു, ചെത്തി കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഇനി അവിടെ രണ്ട് സങ്കല്പം കൊണ്ടുവരിക. ഫലമാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന അയ്ദിയഹുന്ന. ഫലമാ റഅയ്നഹു പറയും കുട്ടികളെ, സ്പീഡ് പറയും, അപ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ പഠിച്ചവരല്ലേ? ഫലമാ റഅയ്നഹു ഈ പെണ്ണുങ്ങൾ യൂസുഫിനെ അലൈഹിസ്സലാം കണ്ടപ്പോൾ അക്ബർനഹു, അത് ഭയങ്കര ഒരു സംഭവമായി അവർക്ക് ബോധ്യപ്പെട്ടു. ഭയങ്കര ഒരു സംഭവമാണ് യൂസുഫ്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്നാണ് കൊല്ല ഹാഷലില്ല. ഇങ്ങനെ ഉണ്ടാവുമോ മനുഷ്യന്മാർ? മഹാദാ ബഷറ, ഇത് മനുഷ്യനല്ല. ഇൻഹാദ ഇല്ല മലക്കുൻ കരീം, ഇത് മലക്കായിരിക്കും എന്നവർ വിചാരിക്കുന്ന വിധത്തിൽ അതൊന്നും പറയുമ്പോഴും അവർക്ക് കഴിയില്ല. കാരണം അങ്ങനെ ഒരു സൗന്ദര്യം കണ്ടിട്ടില്ല. ആ രൂപത്തിൽ അവരെ ആണ് കണ്ടു. അപ്പോൾ വഖത്തഅന അയ്ദിയഹുന്ന, വഖത്തഅന പറയാൻ മക്കളെ, അവർ മുറിച്ചു. അയ്ദിയഹുന്ന, അവരുടെ കൈകളെ ചെത്തി. അവരവരുടെ കൈകളെ ചെത്തി. പഴം ചെത്തുന്ന കൂട്ടത്തിൽ അവർ പഴമല്ല പിന്നെ ചെത്തിയത് എങ്ങനെയാണ്? കൈകൾ എത്തിപ്പോയി. ഇവിടെ നമുക്ക് രണ്ട് ഹൈത്യത്തുണ്ട്. ഞാൻ നിങ്ങൾക്ക് രണ്ട് സങ്കല്പം കാണിച്ചു തരാം. ഒന്ന്, ഫലമാ റഅയ്നഹു, ആ പെണ്ണുങ്ങൾ യൂസുഫിനെ കണ്ടപ്പോൾ ഇല്ല വഖത്തഅന അയ്ദിയഹുന്ന വഖത്തഅന അൽ-ഫാക്കിഹ. ഇദാ ഖത്തഅത് വാഹിദത്തുൻ മിൻഹുന്ന യദഹാ തശ്ഉറു ബിഅലമിഹ. പറഞ്ഞു മനസ്സിലായി? ഫലമാ റഅയ്നഹു ലം തശ്ഉർ ബിൽ അലമി. അപ്പൊ റുഇയത്ത് ഗൈറു റുഇയത്ത് എന്ന രണ്ട് വിഷയപ്പെടുള്ളത്. ഒന്ന് യൂസുഫിനെ കാണൽ അലൈഹിസ്സലാം, കാണാതിരിക്കൽ. അല്ലേ? രണ്ടവസ്ഥയാണ്. ഇവരുടെ കയ്യിൽ രണ്ടവസ്ഥയിൽ എന്തുണ്ടെന്ന് വെക്കി.
അവര് പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരിലേക്ക് വരുന്നതിന് മുമ്പാണ് അവർ പഴം ചെത്തുന്നത് എന്ന് സങ്കല്പിക്കുക. ആരും കൈ ചെത്തൂല. ബൈ ചാൻസ് ഒരു പെണ്ണ് കൈ ചെത്തിയാലോ തശ്ഉറു ബിൽ അലമി, വേദന അവൾക്ക് ശരിക്ക് ബോധ്യപ്പെടും. മനസ്സിലായില്ല? ഇതാ ഷായറത്ത് ബിൽ അലമി, വേദന അവൾക്ക് തിരിച്ചറിഞ്ഞാലോ ഓ ഓ ഓ എന്നവൾ പറയും. എന്തുകൊണ്ട്? ബിശൂരിഹമിൻ ശിദ്ദത്തിൽ അലമി, അതിശക്തമായ വേദനയെ അറിയുന്നത് കൊണ്ട്. വലം തശൂർ ഫലമ്മാ റഅയ്നഹു ലം തശൂർ ബിൽ അലമി വലാകിൻ ഖത്താഅത അയ്ദിയുന്ന. ഇവിടെ രണ്ടവസ്ഥയുള്ളൂ. ഒന്ന്, നല്ല ഉഷാറിലിരിക്കും, കേറിയിരിക്കും മക്കളെ, കേറിയിരിക്കും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. എന്ത് കുട്ടികൾ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്നറിയോ? രണ്ടവസ്ഥ. ഒന്ന്, അവരെ കയ്യിൽ പഴമുണ്ട്, കത്തിയുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാം ഉണ്ട്, എവിടെ ഇല്ല? എവിടെ ഇല്ല? ഫീ മുവാജഅത്തി റുയതിഹിന്ന മൻളരിഹിന്ന ഐനിഹിന്ന. അവരെ കണ്ണിന്റെ നേർപ്പാട്ടിൽ ആരില്ല? യൂസുഫില്ല അലൈഹിസ്സലാം. വലാകിൻ ഇന്നഹു മൗജൂദുൻ ദാഖിലൽ ഖസ്രി. കൊട്ടാരത്തിന്റെ ഉള്ളിൽ ആരുണ്ട്? യൂസുഫ് നബി ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. പക്ഷെ എവിടെയാണ്? മനസ്സിലായില്ല? എവിടെ ഉണ്ട്? കൊട്ടാരത്തിനുള്ളിലുണ്ട്, ഉണ്ടല്ലോ. യൂസുഫ് നബി അവിടെ സ്ഥലത്തില്ലേ? അല്ലെങ്കിൽ എങ്ങനെ ഇറങ്ങി? യൂസുഫ് നബി അവിടെ ഇല്ലേ? ഉണ്ട്. എവിടെ ഉണ്ട്? കൊട്ടാരത്തിന്റെ ഉള്ളിലുണ്ട്. അവർ കണ്ടിട്ടില്ല. ആ സമയത്താണ് അവർക്ക് പഴവും കത്തിയും കിട്ടണമെങ്കിൽ അവരെന്താവൂല, അവര് പഴം തന്നെ മുറിക്കുള്ളൂ. എന്ത് മുറിക്കൂല? കൈ മുറിക്കേല. ബോധമുണ്ടാവും. അപ്പോൾ പിന്നെ ഒരു ഹൈസിയത്ത്, എന്ത്? വാഹിദത്തു മിൻഹുന്ന, അതിൽപ്പെട്ട ഒരു പെണ്ണിന് പേച്ചു. അവൾ അവളുടെ കൈ മുറിച്ചു. അപ്പോൾ അവൾക്ക് വേദന തിരിച്ചറിയും ചെയ്യും. അവൾ ഓന്ന് പറയും ചെയ്യും. എന്തുകൊണ്ട്? ബിൽ അലമി, അവൾക്ക് എന്ത് അറിഞ്ഞു? വേദന അറിഞ്ഞു. ശരി, രണ്ടാമത്തെ ഹൈത്യത്ത്. ഇനി രണ്ടാമത്തെ ഹൈത്യത്ത് പറയാം. അവരെ കയ്യിൽ സിക്കീനും ഉണ്ട്, പഴമുണ്ട്. അപ്പോഴാണ് ഫഖറജ യൂസുഫു മിൻ ബൈനി ഐദിഹിന്ന, അവരെ മുന്നിലേക്ക് ആര് പുറപ്പെട്ടു? ഫനളർന ഇലൈഹി, അപ്പോൾ അവർ യൂസുഫിനെ നോക്കി. അവരെന്ത് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്? ഭയങ്കര മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ ആരെ കണ്ട്? അപ്പോൾ പിന്നെ ഫഖഫൽന, അശ്രദ്ധരായി. വഖത്തഅന ഐദിയഹുന്ന, കൈ മുറിച്ചു. വലാകിൻ ലം യശഊർന. മനസ്സിലായില്ല? മാഷായർന, അവർ പിന്നെ തിരിച്ചറിഞ്ഞില്ല. അവർക്കൊരു ഷുഊറുണ്ടായില്ല. ആരെക്കൊണ്ട് അവർക്ക് തിരിച്ചറിവുണ്ടായില്ല. മനസ്സിലായില്ലേ? ആരുവലം തശൂർ, ആരും അറിഞ്ഞില്ല. അങ്ങനെ സംഭവം ഉണ്ടായ വിവരം തന്നെ ആരും എന്ത്? വഖത്തഅന, അവര് എന്ത് മുറിച്ചു? കൈനെ മുറിച്ചു. പക്ഷെ വലം തശൂർ വാഹിദ ഹത്ത വാഹിദത്തു മിൻഹുന്ന, അതിൽപ്പെട്ട ഒരു പെണ്ണ് പോലും ബിൽ അലമി, വേദന. എന്തുകൊണ്ട്? ബിറുയതിഹിന്ന അൽ ജമാല വൽ കമാല, ജമാലും കമാലും കണ്ടു. അപ്പൊ ജമാലും കമാലും കണ്ടാൽ ചിലപ്പോൾ ഷുഊർ ഉണ്ടാവില്ല. എന്തിന്റെ ഷുഊർ? അലമിന്റെ ഷുഊർ. എന്നാ ഷുഊർ ഉണ്ടാവും. എന്തിന്റെ? ജമാലി കമാലിന്റെ ഷുഊർ ഉണ്ടാവും. തിരിഞ്ഞില്ല. യൂസുഫിനെ കാണുന്ന നേരത്തെ അവർക്ക് എന്ത് ബോധം ഉണ്ടായില്ല? കത്തി കയ്യിലുണ്ടെന്നോ പഴം മുറിക്കണ നേരാണെന്നോ ബോധം ഉണ്ടായില്ല. അതുകൊണ്ട് അവരെന്ത് മുറിച്ചു? കൈ മുറിച്ചു. കൈ മുറിച്ചു. ശരി, എന്നിട്ടോ കൈ മുറിച്ച പിന്നെ എന്താ ഉണ്ടാണ്ട്? കൈ മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവണം? വേദന ഉണ്ടാവണം. ഫലം തശൂർ വാഹിദത്തു മിൻഹുന്ന, ഒരാൾക്കും വേദന ഉണ്ടായില്ല. എന്തുകൊണ്ട്?
മാലിംന, അവരറിഞ്ഞില്ല, അവരറിഞ്ഞതേ ഇല്ല. എന്ത് ഐതിഹുന്ന, അവരെ കൈ മുറിച്ചിട്ടുണ്ട് എന്ന വിവരം അവര് എന്തുകൊണ്ട് അവര് വാഫിലായി പോയി. എന്തിനെ തൊട്ട് അവര് ജമാലി വൽ കമാലി, ജമാലി കമാൽ കൊണ്ട് മശൂലായി. അപ്പോൾ പിന്നെ എന്ത് വേദന അറിഞ്ഞില്ല, ജമാലി കമാൽ കൊണ്ടാണ് അവർ മശൂലായത്. മനസ്സിലായില്ല കുട്ടികളെ? ഇവിടെ വളരെ ഇവരൊറ്റ ആയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച എളുപ്പം മനസ്സിലാവും. ഇവിടെ സൗന്ദര്യം കണ്ടപ്പോൾ പിന്നെ വേദന വേദന ഉണ്ട്, പക്ഷെ ആ വേദന അവർ അറിഞ്ഞില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസിൽ കൗലഖി റളിയല്ലാഹു അൻഹുവിന്റെ ഫീ റിയാദുൽ തഫ്സീറാണ് ഞാൻ വായിക്കുന്നത്. വഖത്താന ഐദിയഉന്ന എന്ന വാക്കിന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസിൽ കൗലഖി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീർ റിയാദുൽ തഫാസീർ ഫീ റിയാദുൽ തഫാസീർ റിയാദുൽ തഫാസീറിൽ വ്യാഖ്യാനം കൊടുക്കുകയാണ്. വഖത്താന അവർ മുറിച്ചു ഐദിയഉന്ന അവരുടെ കൈകളെ ബിസക്കാക്കിനി കത്തികൾ കൊണ്ട്, കുല്ലുഹുന്ന അവരെല്ലാവരും, ഇഷ്ടകലത്ത് അവർ ജോലിയായി, അവരെ കൈമുറിക്കലുകൊണ്ട് അവർ ജോലിയായി. അപ്പൊ അവരെ ജോലി, ഇപ്പൊ അവർ ചെയ്ത ജോലി എന്താ? പയമുറിക്കലല്ല, പിന്നെന്താ? കൈ മുറിക്കൽ. പക്ഷെ വലം തശഉർ ബിൽ അലമി, ഒരാളും വേദന അറിഞ്ഞില്ല. മിൻ ശിദ്ദത്തി ജമാലി വ കമാലി യൂസുഫ് വ ബിമഹബ്ബതിഹിന്ന ഇയാഹു, ആ സൗന്ദര്യം കണ്ടപ്പോ ഇഷ്ടം വന്നു. എനിക്കിനെ കിട്ടിയെങ്കിൽ എൻ്റെ പുതിയാപ്പിളായിരുന്നെങ്കിൽ. അപ്പൊ പിന്നെ എന്തായി? ഈ ജമാലും കമാലും കണ്ടപ്പോൾ അവർ എന്തറിഞ്ഞില്ല? പറയ കുട്ടി എന്തറിഞ്ഞില്ല? ഇനി അവിടെ നിന്ന് എടുത്തച്ചാളാ അള്ളാനെ. ഇതവിടെ പറയണത്. അല്ലാതെ ഏതോ കാലത്തെ കഴിഞ്ഞ ദുൽഖാന്റെ വർത്തമാനം അതല്ലല്ലോ ഇവിടെ ലക്ഷ്യം. നമുക്ക് നമ്മളെ പ്രയാസം അറിയുന്നത് നമ്മൾ ആരെ കാണാത്തോണ്ടാണ്? അള്ളാഹുവിനെ കാണാത്തോണ്ടാണ്. അള്ളാഹിനെ കണ്ടാൽ നമ്മളതിൽ മശൂലാവും. വെറുതെ നമുക്ക് വിഷയം ഉണ്ടാവില്ല. എന്തൊഴിവാക്കും? എന്തും ഒഴിവാക്കും. മനസ്സിലായില്ല? നമുക്കൊരു ചെറിയ വേദന വരുമ്പോഴത്തേന് ഭയങ്കര പ്രയാസം. എന്തുകൊണ്ട്? നമ്മളെ മുന്നിൽ യൂസുഫില്ല. നമ്മളെ മുന്നിൽ യൂസുഫില്ല. ആ മൈക്കക്കാരനോടൊന്നും പറയാം, മൈക്കൊന്ന് ശ്രദ്ധിക്കാൻ. പറഞ്ഞ് മനസ്സിലായോ? ഇങ്ങോട്ട് നോക്കി. നമുക്കിപ്പോൾ ചെറിയ പ്രയാസം, ഇപ്പോൾ ഇവിടെ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരി, അത് നമുക്കൊക്കെ സംഭവിക്കും. അമ്മ വീട്ടിൽ കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉമ്മാൻ്റെ കൈ ചെത്തിപ്പോയി, ചോരൊലിച്ചു. അപ്പോഴാണ് വീട്ടിൽ എൻ്റെ മുറ്റത്ത് വണ്ടി വന്ന് നിന്നത്. അപ്പം നോക്കുമ്പോൾ 4 കൊല്ലം മുമ്പ് പോയ ബാപ്പയാണ്. 4 കൊല്ലം മുമ്പ് ഗൾഫിൽ പോയ സ്വന്തം ഭർത്താവ്, അല്ലെങ്കിൽ നമ്മളെ ബാപ്പ, അല്ലെങ്കിൽ ഭർത്താവ്. ആ സ്ത്രീക്ക് അത് ഭർത്താവാണല്ലോ, നമുക്ക് ഭർത്താവാണ്. ഭർത്താവ് വന്ന് മുറ്റത്ത് കാറിലിറങ്ങി. അപ്പോഴേ എന്ത് സംഭവിച്ചിട്ടുണ്ട്? കൈ ചെത്തിയതിൻ്റെ ഇടയിലേക്ക് മരുന്നിന് വേണ്ടി കുട്ടികളെ ഓടിച്ചിരിക്കുക. പക്ഷേ പിന്നെ അവിടെ മരുന്നും ഉണ്ടാവില്ല, വെക്കലുണ്ടാവില്ല, കെട്ടലുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ചോര പൊലിച്ചിട്ട് മുണ്ട് മുഴുവനും, സാരി മുഴുവനും, അല്ലെങ്കിൽ സ്പർദ്ധ മുഴുവനും ചോരയായ വിവരം ആരറിയില്ല. ഉമ്മ അറിയില്ല, കുട്ടികളും അറിയില്ല, ആരും അറിയില്ല. ബാപ്പ ഇത് കണ്ടപ്പോഴാണ് എന്ത് പറ്റിയെന്ന് ചോദിക്കണത്. അപ്പം പറ്റിയ വിവരം എന്താ പറയാനെന്നും അറിയില്ല. എന്തുകൊണ്ട് പറയടാ? ബാപ്പ അറിയിപ്പില്ലാതെ വന്നതാണ്. എത്ര മുൻപ് പോയതാ? എന്തായി കാണുന്നത്? അവിടെ മറന്നുപോയി. അപ്പൊ ആ ബാപ്പാന്റെ ഹുദൂറിൽ സ്വന്തം വേദന മറന്നു. ഇല്ലെങ്കിലോ അന്ന് വാപ്പ വന്നില്ല നിൽക്കാം. അന്ന് വാപ്പ വന്നില്ലെങ്കിലോ? അന്ന് വാപ്പ വന്നില്ല എങ്കിൽ പ്രത്യേകിച്ച് ഒരു ചെറിയ ഒരു നന്നെണ്ണം പിന്നെണ്ണം പറയുന്ന ഒരു ഉമ്മേനും കൂടി സങ്കല്പിച്ചാൽ അന്ന് ഭക്ഷണം ഉണ്ടാക്കൂല, അന്ന് രാത്രി ഉണ്ടാക്കൂല, പിറ്റേന്ന് രാവിലെ ഉണ്ടാവില്ല, ഉച്ചക്കുണ്ടാവില്ല, രാത്രി ഉണ്ടാവില്ല. എന്താ പറയാ? ഒക്കെ വേണ്ടി തിന്നുണ്ടാക്കി തന്നിട്ടല്ലേ ഇക്കൊലത്തിലായത്. എനിക്കാണില്ല, വേണമെങ്കിൽ എന്തായിക്കോളൂ. നിങ്ങളെ വാപ്പകളുണ്ടെങ്കിൽ ഈക്വലത്തിലല്ല. ഇനി അനങ്ങാൻ വയ്ക്കൂല. ഇപ്പം നിങ്ങൾ ചായ എവിടെയാ, കഞ്ഞി എവിടെയാ? എനിക്ക് അനങ്ങാൻ വയ്ക്കും. ഇതേ ഉമ്മ പിന്നെ ആ വേദന, ഇനി 4 ദിവസം മാക്ക് വേദന ഉണ്ടാവും. ആ വേദന ഇമ്മ മറന്നു. മക്ക് 4 കൊല്ലം മുമ്പ് പോയ പുതിയാപ്പള വന്നിരിക്കുകയാണ്. പിന്നെ ബാപ്പ ഇനിയിപ്പോൾ ഇവിടെ വേണോ വേണ്ടിയെന്നൊക്കെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തീരുമാനമായി. ബാപ്പാൻ്റെ നിങ്ങൾ എന്നാ പോയിട്ട് വരികയെന്ന് ചോദിക്കുമ്പോഴാണ് എന്ത് വരിക?
നിങ്ങളിപ്പം അടുത്ത മാസം പോയാൽ പിന്നെ ഞങ്ങൾ വരികയെന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മ എന്താ അറിയും ചെയ്യും, വേദന അറിയും. അപ്പോഴാണ് പറയാ എന്ത് അല്ല നിങ്ങൾ വന്നപ്പോൾ എനിക്കൊരു മുറി ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ പിന്നെ അതിനെ പറ്റി വല്ലതും ചോദിച്ചോ, പിന്നെ നിങ്ങൾ ആശുപത്രി കൊണ്ടേയോ? ആരെന്നെ അറിഞ്ഞിട്ടില്ല, ഉമ്മന്നെ അറിഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് പ്രശ്നം തിരിച്ച് നേരെ ഇവിടെ അള്ളാഹിനെ കൊണ്ട് വെക്കുക. നമ്മളൊരു പ്രയാസം ഉണ്ടാകുമ്പോഴത്തേന് ആ പ്രയാസം നമുക്ക് വലുതാവുന്നത് എന്തുകൊണ്ട്? നമ്മൾ യൂസുഫിനെ കണ്ടില്ല എന്നുള്ളതാണ്. ഈ കാണൊക്കെ അള്ളാഹുവിൻ്റെ ജമാല് കമാല, അള്ളാഹിനെ പറ്റിയുള്ള ബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിനെ പറ്റി ബോധം നമുക്ക് ഇല്ല. വാപ്പ വന്നു, റൂമിൽ കയറി ഇരുന്നു, കുട്ടികളോട് പറഞ്ഞു അമ്മനോട് പറയണ്ട. അപ്പോഴാണ് അമ്മക്ക് കത്തി പറ്റിയെങ്കിലോ അട്ടം പൊളിക്കണ കോലത്തിൽ ഉമ്മ എന്ത് പറയും? കരയും. ഓ പാഞ്ഞു വരുമോ, എന്താണ് എൻ്റെ പുതിയാപ്പള ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നില്ല. ഈ കുട്ടികളൊന്നും ഇന്നത്തെ കാലത്തെ മക്കളെ വിശ്വസിക്കാൻ പറ്റില്ല. അല്ലോ കുഞ്ഞുമാളെ വല്യമ്മേ പാഞ്ഞു വരികയോ ഇന്ന ആശുപത്രി കൊണ്ടുപോയോ എന്ന് പറയും. അപ്പം അമ്മക്ക് ഭയങ്കര വേദന. എന്തുകൊണ്ട്? മാറാത്ത് ബാലഹ, ഭർത്താവിനെ കണ്ടിട്ടില്ല. കുട്ടികൾ ആശുപത്രിക്ക് പോകുന്ന അമ്മ നമുക്ക് ആശുപത്രി പോകാറ്. അപ്പോഴാണ് വാപ്പ ഇങ്ങനെയാണ് പറഞ്ഞത് എങ്കിൽ ഉമ്മ അവിടെ ബോധം കെടും. എന്തുകൊണ്ട്? ആ ഒരു സെക്കൻഡിൽ ബോധം കിട്ടുമോ? എന്താ നിങ്ങൾ തന്നെയാണോ അത് വേറെ മലക്കൊന്നാണ്? അല്ലെ ആശുപത്രി പോകാൻ, ആശുപത്രിയിൽ ഉണ്ട്, ആശുപത്രി നടക്കട്ടെ. 4 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്ന് വാപ്പയാണ് അതിന് എന്തെങ്കിലും വെള്ളം ഉണ്ടാക്കി കൊടുക്കണം. വെള്ളം ഉണ്ടാക്കി കൊടുക്കലല്ല, ഉമ്മാക്ക് വേദന ഇപ്പോൾ അറിയുന്നില്ല തന്നെ. ഖുർആനിൽ ഒരായത്ത് പറയണത് നമുക്ക് പാട്ടപ്പിരിവിന് സൗകര്യം ചെയ്യാനല്ല, ഇനി ചിന്തിക്കണം എന്താണ് പറഞ്ഞത്. അല്ലെങ്കിൽ ലോകത്തെ ഒരു പ്രത്യക്ഷത്തിൽ നോക്കിയൊരു ചെറിയ കാര്യമല്ലേ ഇത്, പക്ഷെ ആ കാര്യത്തെ ഖുർആൻ എന്തിനാ പറഞ്ഞത്? നിസ്കാരം എന്നത് 5 വഖത്താണ് എന്ന് വ്യക്തമാക്കി പറയാത്ത വരികൾക്കിടയിലൂടെ പറഞ്ഞൊരു വേദഗ്രന്ഥാണ് എന്ത് പറയുന്നത്, കത്തി കൊണ്ട് കൈ മുറിച്ച് പറയുന്നത്. ഇത് ഏതോ ചരിത്രത്തിൽ ഒരിക്കൽ ഒരു പെണ്ണിന് ആ പെണ്ണിൻ്റെ എൻ്റെ വീട്ടിലുള്ള ഒരു ചെറുപ്പക്കാരനെ കാമുകനായി തോന്നിയപ്പോൾ വന്ന ഒരു അബദ്ധത്തിൻ്റെ ഒരു വിവരണമാണ്. പക്ഷെ അവിടെ എത്ര വിശദീകരിച്ചാൽ ഖുർആൻ പറഞ്ഞത്? എന്തുകൊണ്ട്? അതിൻ്റെ ഉള്ളിലാണ് കാര്യം കിടക്കുന്നത്. ഇത് പഠിക്കലാണ് ആവശ്യം, വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്ങലും താഴുമല്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അതുകൊണ്ട് എല്ലാ കാര്യം അങ്ങനെയാണ്. മഹബത്ത്, ഒരു മനുഷ്യനും മഹബത്തുണ്ടായി അത് കാണണം, അല്ലെങ്കിൽ മനസ്സിന്റെ ദർപ്പണത്തിലെങ്കിലും കാണണം. മഹബത്തുണ്ടായാൽ അറിയില്ല. ഒരു 25 കൊല്ലം മുമ്പ് എന്നോട് അറിയാൻ കഥ പറഞ്ഞിട്ടുണ്ട്. 25-30 കൊല്ലം മുമ്പ് ഒരാൾ എന്നോടൊരു കഥ പറഞ്ഞു. എന്താ പറഞ്ഞത്? അയാൾ കല്യാണം കഴിച്ച കാലത്ത് അയാൾ കല്യാണം കഴിച്ചു. ആ ആഴ്ച അയാൾ പുറത്തുപോയി. ഒരു ജീവിതാനുഭവം പറഞ്ഞത്, ഒരു മനുഷ്യൻ ജീവിതാനുഭവം പറഞ്ഞു. നമ്മളെ നാട് എന്ന് പറഞ്ഞാൽ അങ്ങനെ 3 ഭാഗം പുഴ, ഇങ്ങനെ ഒരു ഭാഗം സഖ്യപർവ്വതം, 3 ഭാഗം പുഴ. അപ്പോൾ അയാൾ ഒരു അത്യാവശ്യത്തിന് പുറത്തുപോയി. ജോലി, സ്വന്തം ജ്യേഷ്ഠൻ്റെ കൂടെ തന്നെ ജോലിക്ക് വേണ്ടി പുറത്തുപോയി. കാട്ടിലാണ്, മരം വെട്ടുന്ന പണിയാണ്. അപ്പോൾ അയാൾ ആ ആഴ്ച കല്യാണം കഴിച്ചിട്ടുള്ളൂ. ഭാര്യയെ കാണാൻ അയാൾക്ക് കൊതിയുമായി. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? അപ്പോൾ അയാൾ ആനയും മറ്റുമൊക്കെ ഉണ്ടാകുന്ന കാട്ടിലൂടെ രാത്രി ഇറങ്ങി ഓടി. പിന്നെ മുട്ടി നിൽക്കുന്ന പുഴ നീന്തി വീട്ടിൽ വന്നു, ഭാര്യയെ കണ്ടു. എന്നിട്ട് അയാൾ നേരം വെളുക്കുമ്പോഴത്തിന് ജ്യേഷ്ഠൻ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് പോയി കിടന്നു. ജ്യേഷ്ഠനൊന്നും അറിഞ്ഞില്ല. ഇയാളപ്പോഴത്തിന് 5-6 കിലോമീറ്റർ പോയി, കാടിറങ്ങിപ്പോയി, ആനക്കാട് ഇറങ്ങിപ്പോയി, വന്ന് പുരയെ പോയി, ഭാര്യൻ്റെ അടുത്ത് പോയി, ഇരുതല മുട്ടി നിൽക്കുന്ന പുഴ നീന്തിപ്പോയി, ഭാര്യനെ കണ്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ച് അവിടെ ഒന്നും സംഭവിക്കാത്ത പോലത്തെ സുബൈൻ്റെ നേരത്ത് കിടന്ന്. സുബൈൻ്റെ നേരത്ത് ജ്യേഷ്ഠൻ വിളിച്ച്, എണീക്കണില്ലേ സുബൈ? ഇയാൾ ഉറങ്ങിയിട്ടല്ല. ഇയാൾക്ക് ഇവിടെ ആനനെ ഇയാൾക്ക് പേടിയില്ല. എന്തുകൊണ്ട് ഇയാൾക്ക് ആനനെ പേടിയില്ലത്? ഭാര്യനെ ആനയേക്കാളും വലിയ വിഷയമാണ് ഇവിടെ എന്ത്? ഭാര്യയുള്ള മഹബത്ത് മികച്ചു, ആനയുള്ള പേടിയേക്കാൾ. പിന്നെ ആൾക്ക് ആനയെ പേടി ഉണ്ടാവില്ല, പിന്നെ ആൾ പുഴയെ കൂടെ ഒളിച്ചോളാൻ പേടി ഉണ്ടാവില്ല. മനസ്സിലായാലും പറഞ്ഞു തന്നെ എല്ലാം. നമ്മളെ പ്രശ്നം എന്താ? നമുക്ക് റബ്ബിനെ അറിയില്ല. ജലാലായ റബ്ബിനെ അറിയില്ല. അള്ളാഹിനെ അറിഞ്ഞാലോ ഒരു വിഷമം ഉണ്ടാവില്ല.
എന്തുകൊണ്ട്? വിഷമം തരുന്നവനാരാ? വിഷമം തരുന്നവനാരാ? അല്ലാഹു. നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്നേഹിതൻ നമ്മളെ അടിച്ചു. ചിലപ്പോൾ ഉണ്ടല്ലേ അടിച്ചാൽ വേദന തോന്നുക, എന്നാലും നമുക്ക് വിഷയം ഉണ്ടാവില്ല. നമ്മളെ ശത്രു നമ്മളെ കൈ ചൂണ്ടിയാൽ നമ്മൾ കേസ് കൊടുക്കും. നമ്മളെ ഇഷ്ടപ്പെട്ട ഒരാൾ എന്ത് ചെയ്തു, നമ്മളെ എന്താടെ പറയാറോ ഒറ്റ അടി അടിയാളപ്പെട്ട വേദനയായി എന്നാൽ ചിരിക്കും. എന്തുകൊണ്ട്? ഇതിന്റെ പിന്നിൽ എന്താണ്? മഹബത്ത്. അതേപോലെ വേറൊരാൾ രണ്ട് വാക്കേറെ പറഞ്ഞാൽ അവൻ എന്നെ ഭീഷണിപ്പെടുത്തി പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോകും. ഇവിടെ എന്താ വിഷയം? വിഷയം റുഹിയത്താണ്. കാണുന്നുണ്ടോ കാണില്ലേന്നാണ്. അള്ളാഹനെ കണ്ട വിഷയമല്ല, ഒന്നും വിഷയമല്ല, വേദനയില്ല, പ്രയാസമല്ല. അള്ളാഹനെ കണ്ട ഒന്നുമില്ല. അള്ളാഹനെ കാണണം. അതെന്താ ഇവിടെ തന്നെ കാണും. അള്ളാഹുവിനോട് മഹബത്ത് വർദ്ധിച്ച പിന്നെ അള്ളാഹു അല്ലാതെ ആ അടിമയുടെ കൽബിൽ ഒന്നുമില്ല. അള്ളാഹു ശിക്ഷിച്ചാലോ? ചിലരറിയാം അള്ളാഹ് എന്നെ ശിക്ഷിക്കാണ്, അത് സന്തോഷമായിരിക്കും. എന്തുകൊണ്ട്? അള്ളാഹു ശിക്ഷിച്ചതിനിപ്പോൾ ഒരു ഹൈറായ ഫലം ഉണ്ടാവും. അള്ളാഹു ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ, ഇവിടുന്ന് അള്ളാഹു തന്നെ ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ അതിന് ഷെറായ ഫലം ഉണ്ടാവും. എന്നൊക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ വിഷയം ഇതാണ്. അള്ളാഹ് നമ്മൾ മനസ്സിലായില്ല, അള്ളാഹനെ മനസ്സിലാക്കാൻ മെനക്കെട്ടില്ല. നിസ്കരിച്ചുകൊണ്ട് അള്ളാഹ് മനസ്സിലാവില്ല, നോമ്പോറ്റു അള്ളാഹ് മനസ്സിലാവില്ല, സക്കാത്ത് കൊടുത്തു അള്ളാഹ് മനസ്സിലാവില്ല, ഹജ്ജിന് പോയി അള്ളാഹ് മനസ്സിലാവില്ല, ഉംറക്ക് പോയി അള്ളാഹ് മനസ്സിലാവില്ല. അള്ളാഹനെ മനസ്സിലാവില്ല. അള്ളാഹനെ മനസ്സിലായാൽ പോകാം, അള്ളാഹനെ മനസ്സിലാകാതെയും പോകാം. അള്ളാഹനെ മനസ്സിലായി നിസ്കരിക്കുക, അള്ളാഹനെ മനസ്സിലാകാതെ നിസ്കരിക്കുക. فلما رأينه أكبرنه وقطعنا أيديهن وقلنا حاش لله. ഇതാണ് ഇവിടെ വിഷയം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ല സിക്കന്ദരി തങ്ങൾ പറയാണ്, എന്ത് ഒരു വല്ലാതെ വക്കൽ ഉമ്മിൽ മുഷ്ഫിഖത്തി തംനഉ വലദഹ കസ്റത്തുൽ മആകിലി ഖശിയ. അതായത് ഉമ്മാക്ക് പ്രേമുണ്ട് കുട്ടിയോട്, ഉമ്മാക്ക് കുട്ടിയോട് പ്രേമുണ്ട്. കുട്ടി ഒരു പൊറാട്ട വെച്ച് കൊടുത്ത്, രണ്ടാമത്തെ പൊറാട്ട വെച്ച് മടിച്ചു കൊടുത്ത്, മൂന്നാമത്തെ പൊറാട്ട എണീച്ച് പോടാറ്. ഒരു സംഭവം എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു പൊറാട്ട എനിക്ക് അറിയിട്ട് കൊടുത്തു, രണ്ടാമത്തെ പൊറാട്ട വെച്ചോ കൊടുത്ത് ഉമ്മ, മൂന്നാമത്തെ പൊറാട്ട വെച്ചപ്പോൾ പോണവിടുന്ന് എണീറ്റ് പോടാ, കുറേ നേരമായല്ലോ അങ്ങനെ തിന്നു വെച്ചിരിക്കുന്നു, പോടാ അവിടുന്ന്. എന്തുകൊണ്ട്? ഹോട്ടലിൽ പോയി ഒരു പൊറാട്ട വെച്ച് രണ്ടെണ്ണം കൊടുത്ത്, അത് ഞാൻ ഒന്നേ വെച്ചിട്ടുള്ളൂ, അയാൾ പേച്ചതാണ്, ഞാൻ മണങ്ങി എടുക്കാനല്ല, ഒന്നും വേണ്ട. മനസ്സിലായില്ലേ? മനസ്സിലായി പറഞ്ഞത്? പിന്നെ ചോദിച്ച് മുമ്പ് ഒരു കഥ ഉണ്ട്, ഒരു മലയാളി ബോംബെ പോയി പൊറാട്ട വെച്ച് പൊറാട്ട കൊടുത്ത് ചാറെന്ന് വെച്ചപ്പോൾ ഇവൻ ചോദിച്ചത് കറിയാണ്, മറ്റേ 4 പൊറാട്ട പിന്നെയും കൊണ്ടുവന്ന്. മനസ്സിലായില്ല? പിന്നെയും ചാറ് വെച്ച്. അങ്ങനെ കഥയാണ്. സ്കൂൾ പോണ കാലത്ത് ചില ആളുകൾ പറയുന്നൊരു കഥയാ. ബോംബെ പോയപ്പോൾ പൊറാട്ടോട് ചോദിച്ച് പൊറാട്ട ഉണ്ടെന്ന്, പിന്നെ ചാറ് വെച്ചപ്പോൾ 4 പൊറാട്ട ഉണ്ടെന്നു. പിന്നെയും ചാറ് വെച്ച്, അപ്പോൾ 4 പൊറാട്ട ഉണ്ടെന്നു. അപ്പോൾ അപ്പോഴോട് പറഞ്ഞു, എനിക്ക് ചോദിക്കണ്ട, കിട്ടിയ തിന്നു പോവുക. കാരണം എന്ത് ചോദിച്ചാലും ഇവിടെ പൊറാട്ട കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? മനസ്സിലായി? തമാശയാണ്. ചിന്തിക്ക്. ഇവിടെ എന്തേ മൂന്നാമത്തെ പൊറാട്ട ഈ ചോദിച്ചാൽ 4ാമത്തെ പൊറാട്ടയും, മൂന്നാമത്തെ പൊറാട്ട ചോദിച്ചാൽ 4 പൊറാട്ട കൊണ്ടുവരും. നിങ്ങൾ മുന്നിൽ വേണമെങ്കിൽ ഒരു 10 പൊറാട്ടൻ്റെ ഇതാണ് വെക്കും, സൗകര്യത്തിലെടുത്തോളൂ. ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ, പുതിയതാണ്. എന്തുകൊണ്ട്? അതേ വലിയ ഇഷ്ടക്കാരിയായ അമ്മ മൂന്നാമത്തെ പൊറാട്ട 1.5 പൊറാട്ടയിലെ തിന്ന അമ്മക്ക് ഇഷ്ടമില്ല. ഇങ്ങനെ പൊറാട്ട അവിടെ കുടയിൽ കയറി കിടക്കും, പിന്നെ വയറ്റുന്നു പോവില്ല, പിന്നെ ആശുപത്രി പോകണം, പിന്നെ എൻ്റെ ആരോഗ്യ നഷ്ടവും. ഹോട്ടൽക്കാരനെ സംബന്ധിച്ചിടത്തോളം നിനക്ക് വയറ്റുന്നു പോയിട്ടില്ലെങ്കിൽ അയക്കണ്ട, അയാൾക്ക് വയറ്റുന്നു പോകണമെന്നേ ഉള്ളൂ. ഇത് തിന്നാലേ അയാൾക്ക് വയറ്റുന്നു പോകുള്ളൂ. ഒരു ഫലിതണ്ട്. ഒരു ഐസുകാരന്, ഒരു ഐസ് വിൽക്കുന്നവൻ പിന്നെ വീട്ടിന് മുന്നിൽ വന്ന് നിർത്തിയിട്ട് ഓണടിച്ച് ഐസേന്ന്. അപ്പോൾ അവിടുത്തെ അമ്മ പറഞ്ഞു, കൊണ്ടുപോയങ്ങായി
ഈ ജാതി സാധനങ്ങളാണ് എൻ്റെ കുട്ടി കരയുന്ന. അപ്പൊ പറയാം നിങ്ങളെ കുട്ടി കരഞ്ഞാലേ എൻ്റെ കുട്ടി ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞത് പോലെ ഇവിടെ മനസ്സിലായില്ലേ? ഇവിടെ ഓരോരുത്തർക്കും അവനവൻ്റെതാണല്ലോ ഇഷ്ടം. ഉമ്മ എന്തുകൊണ്ട് അവന് കൊടുക്കാറുണ്ട്? ഓടാവിടുന്നു എന്നെ കൊടുക്കാതിരുന്നത് റഹ്മത്തുല്ലഹു. മറ്റോ 4 പൊറാട്ടി 6 പൊറാട്ടി കൊടുത്തു ഷെറുല്ലഹു. അപ്പൊ ഒരു സ്ഥലത്ത് അതാ റഹ്മത്താണ്, ഒരു സ്ഥലത്ത് മന റഹ്മത്താണ്. തിരിഞ്ഞില്ല. ഉമ്മാന്റെ മന റഹ്മത്താണ്, മറ്റേ അതാ ഷെറുവാണ്. എന്താ ഇരിക്കണത് പറഞ്ഞ മനസ്സിലായില്ലേ? ചിന്തിക്ക്. അഞ്ഞ് ഉമ്മാനല്ല വേറെ. നിങ്ങൾ ഇന്നെ വീട്ടിൽ കൊണ്ടുവന്നു, വീട്ടിൽ ഭക്ഷണം കഴിക്കാണ്, പൊറാട്ട ഉണ്ട്, ഇറച്ചിണ്ട്, കറിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഉസ്താദിന് എന്താ ഇഷ്ടം കഴിച്ചോളി എന്ന് പറഞ്ഞു. 4-5 പൊറാട്ട നിങ്ങൾക്ക് എന്താ ഇഷ്ടം? എൻ്റെ വാപ്പയാണെങ്കിലോ നിങ്ങൾ എന്താ പറയാ? അൽഹംദുലില്ലാ നല്ല ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണം കഴിക്കണേ ഉള്ളൂ. എൻ്റെ വാപ്പാക്കും മാക്കും അങ്ങനെയല്ല. എനിക്ക് ഇവിടെ അവിടുന്ന് എന്ന് ചിലപ്പം എടുത്തിട്ട് പൊറാട്ട വലിച്ച് ഇവിടെ ഇട്ടിട്ട് ഒരു വെള്ളപ്പണം കയ്യിലെടുത്ത് അത് എന്നാ മതി, ഇത് വേണ്ട, ഇത് പെയിന്റ് അടിക്കുന്ന സാധനം, ഇത് എന്താ പറയാ മനസ്സിലായില്ല, ഇത് മനസ്സിലായില്ല, ഇത് ഭക്ഷണം ഉണ്ടാക്കണം, പോസ്റ്റർ ഒട്ടിക്കണ സാധനം തിന്നല്ലേ. നിങ്ങൾ വരെ നിങ്ങൾക്ക് ഇപ്പം പൈസ ഒന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് എന്തുണ്ട് അവസ്ഥ ഇഷ്ടപ്പെട്ട് നിന്നോട്ടെ. അതില്ല വാപ്പാക്ക് മാക്കും ഞാൻ വേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ട് എന്നല്ല, എൻ്റെ ആരോഗ്യത്തിന് ഗുണകരമായത് എന്താണ്. അപ്പൊ ഒരു സ്ഥലത്ത് എന്തായി ഷെറായി. നിങ്ങൾ എനിക്ക് 10 പൊറാട്ട കറി വാർന്ന് തിന്നു, നിങ്ങൾ അത്തോ എനിക്ക് ഷെറാണ്. പൊരയിൽ പൊറാട്ട ഉണ്ടായിരിക്കവേ വിശന്നിട്ടുണ്ട് അമ്മ പറഞ്ഞവിടെ കുറച്ചേരം ഇരിക്കും, ലേശന് 10 മിനിറ്റ് സാധനം ഉണ്ടാക്കി തരാം. അതോ അത് ഇന്നണ്ട, അത് ഇന്നലത്തെ പൊറാട്ട വേണ്ട വേണ്ട വേണ്ട. അവിടെ മന്ന ചെയ്തു ആര് പറയാ? മന്ന ചെയ്തു ഉമ്മ. മന്ന ചെയ്തു. ഉമ്മാന്റെ മന്ന അവിടെ എന്താണ്? ഉമ്മാന്റെ മന്ന ഉമ്മ തടഞ്ഞു. പറ മക്കളെ, ഇവർക്കറിയില്ല നിങ്ങൾക്കറിയാലോ. ഉമ്മാന്റെ മന്ന അവിടെ എന്താണ്? റഹ്മത്താണ്. വേറെ തന്നെ അത്തോൾ അവിടെ എന്താണ്? ഷെറുവാണ്. ഉമ്മ അങ്ങനെയാണെങ്കിൽ റബ്ബ് എങ്ങനെ ഇരിക്കും? ഇങ്ങനെ റബ്ബിലേക്ക് കയറും. റബ്ബ് നമ്മൾ 10 കൊല്ലം ചോദിച്ചാലും തരൂല കാര്യങ്ങൾ. 10 കൊല്ലം ചോദിച്ചാലും റബ്ബ് തരൂല. എന്തുകൊണ്ട്? അതെനിക്ക് തരാൻ പറ്റൂല, തന്ന നാശവും. ആണോ അല്ലേ? അത്ര തന്നെ. ഉമ്മൻ അങ്ങനെയാണെങ്കിൽ, ഉമ്മാന്റെ റഹ്മത്ത് എത്രയാണെങ്കിൽ റബ്ബിന്റെ റഹ്മത്ത് എത്രയായിരിക്കും? ഉമ്മ മുഴുവനും നിഖ്മത്താണെന്ന് വിചാരിക്കരുത്, ഒരിക്കലും വിചാരിക്കരുത്. തിരിച്ചറിവ് വേണം. റബ്ബിന്റെ അതാ ആണെങ്കിൽ ആ അതായിനെ നീ ഉപയോഗപ്പെടുത്തിയാൽ നിനക്ക് റഹ്മത്തായി മാറും. റബ്ബ് ചിലപ്പോ നീ കൊല്ലത്തോളം ചോദിച്ച് റബ്ബേ റബ്ബേ തരണേ തന്നില്ല, തന്നേല്ല. എന്നും തോർക്കും ഭാര്യയും ഭർത്താവും. ഇവിടെ 2 അവസ്ഥ ഉണ്ട്. സാധനത്തിനോട് ആവശ്യം, സാധനത്തോട് രണ്ടാമത്തെ ആവശ്യം, ഒന്ന് റബ്ബിനോട് ആവശ്യം. ചില ആളുകൾക്ക് സാധനത്തോട് ആവശ്യം, റബ്ബിന് ആവശ്യമില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. എൻ്റെ വാപ്പുള്ള കാലത്ത് പറയും, ഒരു പൈസ ഉണ്ടാക്കി കൊടുക്കണ റബ്ബാണോ എൻ്റെ റബ്ബ്. ഇങ്ങനെ പറയും, ഒരു പൈസ ഉണ്ടാക്കി കൊടുക്കണ റബ്ബാണോ എൻ്റെ റബ്ബ്. പൈസ ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് അവനും റബ്ബും തമ്മിലുള്ള ഉത്തരവാദിത്വം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പൈസ ഉണ്ടാക്കി തരലല്ല റബ്ബിൻ്റെ ഉത്തരവാദിത്വം. പൈസ തരാതിരിക്കൽ പൈസ തരുന്നതിനേക്കാളും വലിയതാണ്. ചിലപ്പോൾ തരുന്നില്ല, വിഷമിപ്പിക്കും. എൻ്റെ ഇത് എനിക്ക് ഖൈറായിരിക്കും. وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم. البقرة 216. وعسى أن تكرهوا شيئا, ഒരു കാര്യം നിങ്ങൾക്ക് വിഷമമായി തോന്നുന്നു, അള്ളാഹു നിങ്ങൾക്ക് തന്നു, നിങ്ങളൊരു അവസ്ഥയിൽ അള്ളാഹു തആല ആക്കി, അത് നിങ്ങൾക്ക് വലിയ വിഷമമായി തോന്നി, വഹുവ ഖൈറുൽ ലക്കും, പിന്നീട് അത് നിങ്ങൾക്ക് ഖൈറായി മാറും. മനസ്സിലായില്ല? അള്ളാഹു നിങ്ങളൊരു അവസ്ഥയിലാക്കി, അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നി. ഒരു വേള ഈമാൻ ഇല്ലാത്തൊരു പറയും ചെയ്യും, എന്താണ് റബ്ബേ എങ്ങനെ? അതേതുപോലെയാണ് ബോധമില്ലാത്തൊരു കുട്ടിക്ക് ഒരു കൊല്ലം 1-ാം ക്ലാസ്സിലെ സിലബസ് കൊടുത്തു, തല്ലി മാഷ്. 2-ാമത്തെ കൊല്ലം സ്കൂളിൽ നിന്ന് 2-ാമത്തെ കൊല്ലത്തെ സിലബസ് കൊടുത്തു, 3. അപ്പോഴൊക്കെ ഇവന് തോന്നാണ് എന്ത്, ഇത് കൊല്ലം ഇത് തരിക തല്ല, എന്ത് പരിപാടിയത്, എന്തിനാണത്, എന്തിനാ ചെയ്ത്? SSLC ഫുൾ A+ ജയിക്കണം, എന്നിട്ട് അവൻ +2 A+ ജയിക്കണം, പിന്നെ അവൻ വലിയ കലക്ടറാകണം. അതിനോടുള്ള റഹ്മത്ത് കൊണ്ടാണ് ഇത് ചെയ്യണത്. ഇതിവന് മനസ്സിലാകണം. ഇവർ കലക്ടർ ഓഫീസിൽ ഇങ്ങനെ ഇരുന്നിട്ട്
ഇതങ്ങനെ നാട്ടുകാരോട് മുഴുവൻ വലിയ വർത്താനം പറയുമ്പോഴേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ, ആദ്യം മനസ്സിലാവില്ല. മനസ്സിലായില്ലേ? അതിനുവേണ്ടി എത്രയും ഇവൻ ഇഷ്ടമില്ലാത്ത ചെയ്തു. 1ാം ക്ലാസ്സിലെ സിലബസ് 2ാം ക്ലാസ്സിലും 10 കൊല്ലം സിലബസ് തന്നെ, പിന്നെ 11, പിന്നെ 12, പിന്നെ ഡിഗ്രി, പിന്നെ എന്താ പറയുക IAS. ആ പഠിച്ചാനെ ഒരു മിനിറ്റില്ല, കല്യാണമില്ല, കളിയാട്ടില്ല, ഒന്നുമില്ല. ഡൽഹിയിൽ ജനുവൽ പഠിക്കുക, പെരുന്നാളില്ല, സൽക്കാരല്ല, പെരുന്നാളില്ല, പെങ്ങളെ കെട്ടിച്ച കല്യാണമല്ല. കലക്ടറായി വന്നപ്പോഴത്തിന് കുടുംബത്തിൽ പെങ്ങളെ മക്കളെ വരെ അറിയില്ല. എന്തുകൊണ്ട്? പെങ്ങളെ മക്കളെ അറിയും, പക്ഷെ ഓട്ടോറിക്ഷ ഓടിക്കണ പണിയിരിക്കും. തിരിഞ്ഞില്ല, നിങ്ങളിന്റെ കൂടെ ഇല്ല. സ്വന്തം പെങ്ങളെ മക്കളെ പിന്നെ അറിയില്ല. എന്തുകൊണ്ട്? പെങ്ങളെ കല്യാണത്തിൽ പങ്കെടുത്തില്ല, പുതിയാപ്പളെ കണ്ടിട്ടില്ല. കലക്ടറായി വന്നപ്പോഴാണ് കൈ കൊടുക്കാൻ വരുന്നത്. വെരി ഗ്ലാഡ് ടു മീറ്റ്. നിങ്ങളെ പെങ്ങളെ വർത്താൻ കേട്ടിട്ടുണ്ട്. എന്ത് പെങ്ങളെ കെട്ടിച്ച കാലം ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നും അറിയില്ല. എന്തുകൊണ്ട്? അറിഞ്ഞാൽ പിന്നെ എന്ത് പണിയോ? ഓട്ടോറിക്ഷ ഓടിക്കുക, കലക്ടറാവില്ല. മനസ്സിലായില്ലേ? ഒന്നുമില്ല. അവന് എന്ത് നേട്ടത്തിന്റെ പിന്നിലും താഴ്പ്പുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. എന്താ നേട്ടം? നീ റബ്ബിനെ സ്വന്താക്കുക. റബ്ബ് നിന്റേത്. മനസ്സിലായി? റബ്ബിന് നീ സ്വന്തമാണ്. ഇനി നിനക്ക് റബ്ബ് സ്വന്തമാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. റബ്ബിനറിയാം നിന്റേതാണ് അവന്, നിനക്കറിയില്ല നിന്റേതാണ് അവന്. ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ? പുതിയാപ്പിളക്ക് പുതിയതിനോട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഓൾക്ക് ഇതിൻ്റെ ഭർത്താവാന്നുള്ള ബോധമില്ല. എങ്കിൽ 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 നിർബന്ധ സാഹചര്യത്തിൽ അയാൾക്ക് തലാക്കലേണ്ടി വരും. ഇയാൾക്കിഷ്ടാണ് ആരോട്? എന്തോ ഒരു ഉറക്കാണ്. ഇയാൾക്കിഷ്ടാണ് ആരോട്? ഇയാൾക്കിഷ്ടാണ് അവളോട്. അവൾക്കോ? അവൾ ഇയാളെ ഇതുവരെ കണ്ടിടണല്ലേ? കണ്ടിട്ടില്ല. കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ട് 14 കൊല്ലം, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടാവും. ഇതുവരെ ഇയാളെ കണ്ടിടനില്ല. അപ്പൊ ഇയാളോട് മഹബത്തുമില്ല. അപ്പൊ ഇയാളെ കൽബ് കയറ്റിയിട്ടില്ല. ഞാൻ നാളെ ഗൾഫ് പോകാൻ പറയണേ അയാൾ കരിഞ്ഞോണ്ട. അപ്പോൾ കളിയാക്കി, ഗൾഫ് പോകാന്ന് പറഞ്ഞാൽ ആരെങ്കിലും കരിഞ്ഞോട് അറിയില്ല. വേറൊരു അവസ്ഥ, ഞാൻ നാളെ വിസ വന്നിട്ടുണ്ട്, ഞാൻ അടുത്ത ആഴ്ച ഗൾഫ് പോകും. അപ്പോൾ ഓള് കരിഞ്ഞു. ഞാൻ ഗൾഫ് പോകുന്ന അറിയുമ്പോഴത്തേക്ക് കരിഞ്ഞാൽ എന്താവും? ഇനി 3ാമത്തെ അവസ്ഥ, നമുക്ക് ഗൾഫ് പോകൽ അത്യാവശ്യമാണല്ലോ. 2ആളും കരിഞ്ഞു. 2ആൾക്കും 2ആളെ അറിയും. ആദ്യത്തെ അടുത്ത് എന്തേ ഞാൻ ഗൾഫ് പോവുകയാണ്, ഓൻ കരിഞ്ഞു. അവളോട് പറഞ്ഞു, ഇതിന് കരിയണ്. എൻ്റെ താത്താൻ്റെ ഭർത്താവ് എത്ര ആഴ്ചയിൽ പോണ് വരുന്നു, എന്തൊക്കെ ഒന്നും കരിയണ ഞാൻ കണ്ടില്ല. ഞങ്ങൾക്ക് എന്താ അന്തപ്പെടൽ? ഇതാണ് നിങ്ങളെ മോശം. നിങ്ങൾ കണ്ണു തുറക്കിയത് എൻ്റെ ഉമ്മയും വലിയ പിന്നെ താത്തയും കാണാൻ പാടില്ല. ഒരു പെണ്ണുങ്ങളെ സ്വഭാവം. എന്തുകൊണ്ട്? അയാൾ ഓക്ക് പ്രശ്നമില്ല, ഓക്ക് ആവശ്യം പെട്ടി ഇടക്കിടക്ക് ഇങ്ങനെ വരികയാണ്, പാർസൽ വരും. ഓക്ക് ആവശ്യം എന്താണ്? അവൾക്ക് ആവശ്യം എന്താ? പെട്ടി, കിറ്റ്കാറ്റ് പറയടോ, ഒരു 3-4 മുട്ടായിൻ്റെ പേര് പറയാം, സ്നിക്കേഴ്സ് പറയടോ, സ്നിക്കേഴ്സ്, ഇതൊക്കെയാണ് ഇപ്പോൾക്ക് ആവശ്യം. നിങ്ങളിങ്ങനെ കഴിഞ്ഞാൽ എന്ത് വർത്താനാണ്? നമ്മളെ കുട്ടിയെ പോക്കല്ലേ സ്നിക്കേഴ്സും ബൂണ്ടിയൊക്കെ തിന്നാനുള്ള പൂണ്ടി. ഇങ്ങനെ കരിഞ്ഞാലോ? ഇതിപ്പോൾ തുടങ്ങിയില്ലല്ലോ ഉള്ളൂ, നീ മരണം വരെ നിങ്ങൾ കാര്യം. പിന്നെ അവസാനം അവിടുന്ന് മരിച്ചു എന്ന് കേട്ടി, എന്നാൽ ഞാൻ അവിടെ തന്നെ മറവ് ചെയ്താളെ. അതിൻ്റെ ഇടയിൽ കുറച്ച് സ്നിക്കേഴ്സും ബോണ്ടിയും ഇങ്ങോട്ട് അയക്കും. ഇതാണ് ഇപ്പോൾ ഗൾഫ് ജീവിതം. അതിലൊക്കെ വിഷമമൊന്നുമില്ല, നല്ല സ്നിക്കേഴ്സ് കിട്ടിയാണ്. മനസ്സിലായില്ലേ? ഇതന്നെ നമ്മുടെ റബ്ബ് നമ്മുടെ വിഷയം എന്താ? നമുക്ക് സാധനങ്ങൾ കിട്ടണം. റബ്ബിന്റെ സിട്ടി എന്ന നിലയ്ക്ക് നമ്മൾ സ്വന്തപ്പെട്ടവനാണ്. നമ്മൾക്ക് ഖാലിക്കാരാന്ന് അറിയുന്നില്ല, ആ ബോധേ ഇല്ല. അവിടെയാ പ്രശ്നം. ഓതിക്കളി. തത്തജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഉന റബ്ബഹും ഖൗഫൻ വതമഅൻ. പെട്ടെന്ന് അവരെണീക്കും, അവരെ പാർശ്വഭാഗങ്ങൾ വിടർന്നു വരും. രാത്രി കാലങ്ങളിൽ അവർ വേഗം നിസ്കരിക്കും, കരയും. എന്തുകൊണ്ട്? ഇഷ്ടമാണ് ആരോട്? അള്ളാഹിനോട്. ഒരു മൊബൈൽ വെച്ചാൽ അറിയില്ല, അവർ 2 മൊബൈൽ വാങ്ങി വെച്ചു, അലാറം. പിന്നെ ഒരു വലിയ ക്ലോക്ക്, അലാറം ക്ലോക്ക് അങ്ങാടി വാങ്ങി അതും വെച്ചു.
കാരണം അതിന് മാത്രം സ്ട്രെസ് ഉള്ളത് കൊണ്ട് വൈകുന്നേരം കിടന്നാൽ അറിയില്ല. പക്ഷെ ഇത് എന്തുകൊണ്ട് തഹജ്ജുദ് നഷ്ടപ്പെട്ടു? ആരോ ഇവൻ കിടന്നുറങ്ങണതിൻ്റെ ഇടയിൽ ഭാര്യ അത് അലാറം, ഇവൻ അറിയണതിന് മുമ്പ് ഭാര്യ അത് അമർത്തി, അതിൻ്റെ അലാറം നിന്നു. സുബൈൻ്റെ ബാങ്കിൽ എണീറ്റു, അപ്പം കരയും. എന്തുകൊണ്ട് അറിയും? എന്തുകൊണ്ട് അറിയും? എൻ്റെ റബ്ബിനോട് ഒറ്റയ്ക്ക് വർത്താനം പറയുന്ന നേരം നഷ്ടപ്പെട്ടു. റബ്ബെന്ന് സ്വന്തമാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക് ഇവരൊന്നുമില്ല. പഴയ കാലത്ത് കീബോർഡുണ്ട്. അപ്പൊ പ്രശ്നം എവിടെയാ? പ്രശ്നം റബ്ബിനെ തിരിഞ്ഞില്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, റബ്ബിനെ തിരിഞ്ഞില്ല. റബ്ബിനെ തിരിഞ്ഞാൽ ഒരു വിഷയവും ഇല്ല, ഒന്നും വിഷയമില്ല. റബ്ബിനെ തിരിയാതിരിക്കുക. യൂസുഫിനെ കാണലും ഇങ്ങോട്ട് നോക്ക്. യൂസുഫിനെ കാണുന്ന നേരത്ത് കൈ ചെത്തും ചെയ്യും, വേദനയോട്ട് അറിയൂല. കൈ യൂസുഫിനെ കാണാതെ കൈ ലോകത്ത് ഒരുപാട് പെണ്ണുങ്ങൾ ചെത്തിയിട്ടുണ്ട്, ഓരൊക്കെ കരഞ്ഞിട്ടുണ്ട്. അലൈഹിസ്സലാത്തു വസ്സലാം എപ്പോൾ യൂസുഫിനെ കാണുന്ന നേരത്താണോ കൈ ചെത്തിയത്? അപ്പോൾ വേദന അറിയില്ല. റബ്ബിനെ നീ കാണുന്ന നേരം തന്നെ റബ്ബിൽ നീ ചിന്തിക്കുക, റബ്ബ് നിന്റെ സ്വന്തമാവുക. അങ്ങോട്ട് കയറുക. പിന്നെ യൂ ടേൺ എടുക്കാൻ കഴിയില്ല. റബ്ബിലേക്ക് പോയാൽ പിന്നെ യൂ ടേൺ ഇല്ല. മനസ്സിലായില്ലേ? കേറ്. റബ്ബിലേക്കൊരു അബ്ദ് കയറിയാൽ പിന്നെ യൂ ടേൺ ഇല്ല. പിന്നെ പോവന്നെ ആരിലേക്ക്? റബ്ബിലേക്ക്. ആകർഷണ വലയത്തിന്റെ ഉള്ളിലാവുമ്പോഴല്ലേ ആ ഭൂമി ആകർഷിക്കുള്ളൂ. ആകർഷണ വലയത്തിന് അപ്പുറത്തേക്ക് പോയാലോ? മനസ്സിലായില്ലേ? ആകർഷണ വലയത്തിന്റെ പരിധിയിലായാൽ ദുനിയാവ് ഭൂമി ആകർഷിക്കും, തിരിച്ചു വീഴും. അതിന്റെ അപ്പുറത്തേക്ക് പോയാലോ? ദുനിയാവിന്റെ ആകർഷണ വലയം വിട്ട് പുറത്തേക്ക് പോവാ, പിന്നെ അവൻ ആരിലായി? അള്ളാഹുവിന്റെ ആകർഷണ വലയത്തിലായി. പിന്നെ അങ്ങോട്ട് വരില്ല. ഉറക്കെ പറ, എത്ര തെളിവുകളാണ് നമ്മളെ മുന്നിൽ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. إنما يقويهم على حمل أقداره شهود حسن اختياره. ഞാൻ ഇബ്നു അത്താഇല്ലാഹി തങ്ങളുടെ തദ്ബീറിൽ നിന്ന് വായിക്കാം. കേൾക്കി. ഏത് പ്രയാസങ്ങളും സഹിക്കാൻ അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ പ്രേരിപ്പിച്ചതും അവരെ ശക്തിപ്പെടുത്തിയതും ഷുഹൂദു ഹുസ്നി ഇഖ്തിയാരിഹി, അള്ളാഹു അവർക്ക് ഇഷ്ടപ്പെട്ടത് തന്നതാണ് ആ പ്രയാസം എന്ന് മനസ്സിലാക്കൽ കൊണ്ടാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുത്തതാണ് എന്ത്? ആ പ്രയാസം. നോക്ക് മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹു നമുക്കൊരു പ്രയാസം വരണമെന്ന് തെരഞ്ഞെടുത്ത്, ഇഷ്ടപ്പെടുന്ന തെരഞ്ഞെടുക്കുക. ആ പ്രയാസം നിനക്ക് തെരഞ്ഞെടുത്തു. 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ 3, 4, 5 സിലബസ് സർക്കാർ നിനക്ക് തെരഞ്ഞെടുത്തു. അടിക്കുന്നൊരു അധ്യാപകനെ തന്നു. ആ എന്തിനാണ്? പരമോനെ 10ാം ക്ലാസ്സിൽ നീ ഉഷാറായി ജയിക്കാനാണ്. ആ ബോധമുള്ളവർ ഈ അടിയിലും സിലബസിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. മറ്റോ സ്കൂൾ മാറിക്കൊണ്ടേയിരിക്കും. 7ാം ക്ലാസ് അവൻ നിർത്തി. 1ാം ക്ലാസ് പറഞ്ഞു അത് ശരിയില്ല, അവിടുത്തെ മാഷ് ശരിയില്ല, എന്നാ മറ്റേ സ്കൂളിലാക്കി. അവിടെയോ അവിടെ ഇതന്നെയാണ് പഠിപ്പിക്കലും തല്ലലും. അങ്ങനെ 3-4-5 സ്കൂൾ മാറി നടന്നു. പിന്നെ 7ാം ക്ലാസ് ആയപ്പോ എന്തായി? നിർത്തി. അപ്പം ഉമ്മയും പാപ്പ എന്ത് പറഞ്ഞു? ഏതായാലും വായിക്കാനൊക്കെ അറിയാല, നിർത്തിക്കളാം. നിർത്തി. എന്തുകൊണ്ട്? ആ ബോധം ഉണ്ടായില്ല. ഇതെല്ലാം ഇവന്റെ മേൽ അടിച്ചേൽപ്പിച്ചത് ഒരാളാണ്. ആ ആൾക്ക് അല്ലെങ്കിൽ ആ വിഭാഗത്തിന് ഇവനോട് പ്രത്യേകമായ സ്നേഹമുണ്ട്. ഈ രാജ്യത്തെ മക്കളൊക്കെ വിദ്യാഭ്യാസമുള്ളവരായി വളരണം എന്ന് രാജ്യത്തിന്റെ ഒരു താല്പര്യം കൊണ്ടാണല്ലോ ഇവിടെ സ്കൂൾ ഉണ്ടായത്. അപ്പൊ ഈ രാജ്യത്തെ പൗരന്മാരെ മേൽ ഈ രാജ്യത്തിന്റെ അധികാരികൾക്ക് എന്താണുള്ളത്? ആ സംവിധാനത്തിൽ ഈ ഒരു സംവിധാനം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടല്ലോ. അതിന്റെ പിന്നിൽ എന്താ ഉള്ളത്? ഈ പൗരന്മാരോടുള്ള കുട്ടി എന്താ ഉള്ളത്? സ്നേഹം. എന്തുണ്ടായാലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ട്. അപ്പൊ എന്ത് പോലീസ് എന്നല്ല വിചാരിക്കണ്ടേ? ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ ഇവിടെ സമ്മതിക്കൂല. ഈ മിസ്റ്റേക്ക് വേറൊരാൾ നിന്റെ മേലുണ്ടാക്കിയാലോ അതും അങ്ങനെ തന്നെയല്ലേ. നിനക്ക് നാളെ സൂക്ഷിക്കാം. മനസ്സിലായ പറഞ്ഞത്? അള്ളാന്റെ ആരിഫീങ്ങൾ അള്ളാഹു തആല തെരഞ്ഞെടുത്തത് സഹിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ശുഹൂദു ഹുസ്നി ഇഖ്തിയാരിഹി, അള്ളാഹു അവന്റെ മേലിൽ തെരഞ്ഞെടുത്തതാണ് എന്ന ഒരു കാഴ്ച, ആ നന്മ അവർ മനസ്സിലാക്കി. പിന്നെയോ
ഇദാ വദാലിക അന്നൽ അബ്ദ വലടിമ ഇദാ ഷഹിദ ഹുസ്ന ഇഖ്തിയാരില്ല. അല്ലാഹു തആല അവന്റെ മേൽ ഏർപ്പെടുത്തിയ ഒരു കാര്യത്തിന്റെ നന്മയെ അവൻ തിരിച്ചറിഞ്ഞാൽ അലിമ അവൻ അറിയും അന്നൽ ഹഖ് തആല ലാ യഖ്സുദു അലമ അബ്ദിഹി തന്റെ അടിമയെ വേദനിപ്പിക്കൽ ഉടമക്ക് ഇഷ്ടമുണ്ടാവില്ല. പിന്നെ എന്റെ അന്ന് നന്നാകാൻ വേണ്ടി ഇരിഞ്ഞില്ല. നമ്മൾ വേദനിക്കുന്ന ആർക്കും ഇഷ്ടമില്ല. എടോ ബാപ്പാക്ക് ഇഷ്ടമില്ല, അമ്മാക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരെപ്പോൾ കോടാനെ ഇരട്ടി നമുക്ക് വേണ്ടപ്പെട്ടവനാരാ? അല്ലല്ലേ മോനെ? അള്ളാഹ് റബ്ബിന് ഉമ്മാനി കമ്പയർ ചെയ്യാൻ വരെ പറ്റില്ലല്ലോ. ഉമ്മാൻ്റെ കൽബിൽ നമ്മളോടുള്ള ഇട്ടു ആരാ? അള്ളാഹുവല്ലേ. ചില പെണ്ണുങ്ങളെ കൽബെന്ന് കുട്ടിയോടുള്ള സ്നേഹമാണ് പോവുകയും ചെയ്യുന്നുണ്ടല്ലോ. ഭർത്താവിനെയും കുട്ടികൾ ഇട്ട് ഓടുന്ന പെണ്ണുങ്ങൾ ഉണ്ടോ ഇല്ലേ? ഭാര്യയും മക്കൾ ഇട്ട് ഓടുന്നവരും ഇല്ലേ? എന്തേ അവർക്ക് സ്നേഹമില്ലാഞ്ഞു? കൽബിൽ പടച്ചോട്ട് കൊടുത്തില്ല. അതിന് കാരണം ഉണ്ടാവും. മനസ്സിലായില്ലേ ജിന്? അപ്പൊ ഉമ്മാക്ക് നമ്മളോട് സ്നേഹം കാണുന്നുണ്ടെങ്കിൽ അതിന്റെ കോടാനക്കോടി ഇരട്ടി ആർക്കുണ്ട്? അപ്പോൾ ആലിമ ഈ അടിമ മനസ്സിലാക്കണം അന്നൽ ഹഖ് തആല ലാ യഖ്സുദു ഉദ്ദേശിക്കുകയില്ല അലമ അബ്ദിഹി തന്റെ അടിമയെ വേദനിപ്പിക്കൽ ഉടമക്ക് ഇഷ്ടമില്ല. ലിഅന്നഹു ബിഹി റഹീം അത് എന്തുകൊണ്ട്? അവരോട് ഏറ്റവും കരുണയുള്ളവനാണ് ആര്? റബ്ബ്. വകാന ബിൽ മുഅ്മിനീന റഹീമാ ഏറെ കരുണയുള്ളവനാണ് റബ്ബ്. തിരിച്ചറിയണം, ശരിക്കും മനസ്സിലാക്കണം. ഉസ്താദ് അടിച്ച ആരെങ്കിലും കേസ് കൊടുക്കും. ആര്? പഠിക്കാൻ ഉദ്ദേശമില്ലാത്തവൻ. പഠിക്കാനോ ഉദ്ദേശം ഇല്ലാത്തവൻ കേസ് കൊടുക്കും. പഠിക്കാൻ ഉദ്ദേശമുള്ളവൻ ആ വിവരം തന്നെ അറിയില്ല. ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് കരഞ്ഞ കണ്ണുനീർ തുടക്കും. എന്തുകൊണ്ട്? ഇത് നാലാൾ അറിയണ്ട. ഉസ്താദ് നാളിതല്ലോ. എന്തുകൊണ്ട്? ഉസ്താദിന് ഇവനെ നന്നായി തീരണമെന്ന് പറയാൻ ഇഷ്ടമുണ്ട്. എൻ്റെ വാപ്പ എൻ്റെ ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, അവനെ തച്ചെന്നാൽ ഞാൻ ഒന്നും പറയില്ല, നന്നായി കിട്ടിയാൽ മതി. എന്തുകൊണ്ട്? വാപ്പ ഇന്നിപ്പോൾ നമ്മളെ മക്കളോട് നമുക്ക് ഇഷ്ടമില്ല. നമ്മൾ രാവിലെയും വൈകുന്നേരമൊക്കെ ഇപ്പം കുട്ടികൾക്ക് വിളിക്കും, അല്ലെങ്കിൽ എന്തേലും തല്ല മറ്റോ കിട്ടിയോ, തല്ലിട്ടിയ ഉടനെ പറയണേ നമുക്ക് കേസ് കൊടുക്കാം. കേസിൻ്റെ പക്കുന്ന മദ്യം പറഞ്ഞിട്ട് ഉസ്താദുമാരെ ജീവൻ രക്ഷിച്ച സംഭവങ്ങൾ ഈ സ്ഥാപനത്തിലുണ്ടായിരുന്ന പേര് ദാറുൽ ഖുർആൻ എന്ന്. എന്നിട്ട് ഉസ്താദുമാർ രക്ഷിതാക്കളെ കയ്യിൽ നിന്ന് ഉസ്താദുമാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പല ഉസ്താദുമാരും ശുപാർശ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് രക്ഷപ്പെടുത്തിയ സംഭവങ്ങൾ ഈ സ്ഥാപനത്തിലുണ്ട്. ഇവിടെ എന്താ പഠിക്കണത്? ഖുർആൻ. ഇതിനെ അടിച്ചത് ഖുർആൻ പഠിക്കഴിച്ച് എൻ്റെ വാപ്പാക്ക് നന്നായിക്കൊള്ളുന്നില്ല. നന്നാവുന്നുണ്ടെങ്കിലോ ഇപ്പം എൻ്റെ വാപ്പാനെ പോലത്തെ ആളുകളെ പറയും ഒരു കരുണയില്ലാത്ത വാപ്പ, കരുണയുള്ള വാപ്പയാണ്. എന്തുകൊണ്ട്? എൻ്റെ കുട്ടി നന്നാണ്, എൻ്റെ ഖബറിലേക്ക് വരണം. എൻ്റെ ജീവിതത്തിൽ വിഷമം എനിക്ക് തോന്നാറുണ്ടെങ്കിൽ ഏതെങ്കിലും സമയത്ത് വാപ്പാൻ്റെ ഖബറിൻ്റെ ആ ഏരിയ കൂടി പോകുമ്പോൾ അവിടേക്കൊന്ന് കയറാൻ ഇല്ലേന്ന് വിഷമമാണ്. അപ്പോൾ വ്യായാമം വെള്ളി കണക്കുണ്ടാവില്ല. ആ ഏരിയ പോകണമെങ്കിൽ വാപ്പാൻ്റെ ഖബർ കയറും. ഏത് സദസ്സ് കയറിയാൽ നിങ്ങളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു? 242 കഴിഞ്ഞ് 241 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 241 ഞങ്ങളോട് എന്ത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാ എന്ത് പറഞ്ഞിട്ടുണ്ട്? വാപ്പാക്ക് കയറക്കണം. എന്തുകൊണ്ട്? എൻ്റെ വാപ്പ എന്നെ തച്ചുവെല്ലാം കൊടുത്താണ്. തല്ലിക്കൊന്നാലും വേണ്ടിയിട്ട് അവൻ നന്നായി തീരണം. അപ്പം എനിക്ക് വേദന ഉണ്ട്, ഇഷ്ടമുണ്ട്. ആരോട്? ബാപ്പാനോട്. ബാപ്പ എനിക്ക് മനസ്സിലായി, ബാപ്പാക്ക് നമ്മളെ നന്നായി കിട്ടണം. ഇന്നത്തെ മക്കള് ഇന്നത്തെ മക്കൾ നന്നാണെന്ന് ആർക്കില്ല. ഞാൻ അടിക്കാൻ വേണ്ടി പറയാൻ സത്യമാണോ? അല്ലേ? നന്നാണെന്നില്ല. പീഡിയൻ്റെ ബാക്കിൽ പോയിട്ട് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ കഞ്ചാവ് വലിച്ചത് 2 ആൾ കണ്ടു, പിടികൂടി. എന്നിട്ട് എന്ത് ചെയ്തു? ഇവനെ കൊണ്ട് അവൻ്റെ പെരിയിൽ പോയി. ഇവർ പിടികൂടി, കഞ്ചാവ് വലിച്ച പിടികൂടി. അങ്ങനെ പോലീസ് ഉച്ചക്ക് ബാപ്പ ഭക്ഷണമൊക്കെ കഴിച്ചാണ്. ബാപ്പയെ വലിയ പേരുണ്ടെങ്കിൽ ഒരു 10-15 കൊല്ലം മുമ്പുള്ള സംഭവം, നടന്ന സംഭവം. ഇതിന് ഇവിടെ പരിസരത്താണ്. എന്നോട് നേരിട്ട് പറഞ്ഞാൽ ഈ മനുഷ്യന്മാർ അയാൾ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന നേരത്തെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്തേ ഇപ്പം പല ദിവസമായി പലതും വലിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു. അവസാനം ഇന്ന് പിടികൂടി നോക്കുമ്പോൾ കഞ്ചാവാ എന്ന് ബാപ്പാൻ്റെ മുന്നിൽ കുന്തി പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞു, എൻ്റെ കുട്ടി വല്ലതും വലിക്കുന്നുണ്ടോ പിടിക്കുന്നുണ്ടോ നോക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നു. ഇവരിറങ്ങിപ്പോന്ന് ഇവർക്ക് ഇനി സദാചാര പോലീസാണ് കേസ് കൂടാതെ അസ്സലാമു അലൈക്കും എന്ന് പോലല്ലേ. കോഴിക്കോട് ജില്ലയാണ് സ്ഥലം, ഈ ഭാഗത്താണ്. എന്നോട് പറഞ്ഞതാണ്. പറഞ്ഞ വ്യക്തി ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. പക്ഷെ അയാളെ പോലെ പോലും ബാപ്പ പരി നാട്ടി എൻ്റെ മകൻ എന്ത് വലിച്ചാലും നിങ്ങൾക്ക് എന്താ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു. ഞാനുണ്ട് മനസ്സിലായില്ല. അപ്പം
കഞ്ചാവ് വലിച്ച വാപ്പക്കൊന്നുമില്ല. പഴയ കാലത്ത് ബീഡി നമുക്ക് നോക്കിയാൽ തല്ലിട്ടു. ബീഡി വലിക്കണ ഒരാളെ നോക്കി തല്ലിട്ടു. അവിടെ എങ്ങനെ കണ്ണു നോക്കി ആവശ്യം നടക്കണ്ട. അങ്ങനെ പീടിയെ മുന്നേ കണ്ടല്ലോ, മുന്നേ കണ്ടിനതല്ലേ. ഇന്ന് കള്ളുടിച്ചാൽ തല്ലില്ല, ആകെ കുട്ടികൾ നന്നായിക്കോളൂ. അങ്ങനെ പറയണ്ടോ അല്ലേ? നിങ്ങളെ വാപ്പാര് പറയണ്ട് നല്ലടോ, പറയണില്ല എന്നല്ല, പറയണ്ട, നിങ്ങൾ പറയണ്ട. എന്താ പറയും? അപ്പൊ നമ്മൾ നന്നാകാൻ വേണ്ടി പലതും റബ്ബ് നമുക്ക് തരും. എന്തുകൊണ്ട്? വക്കാന ബിൽ മുഅ്മിനീന റഹീമാ. കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അടിമക്ക് മനസ്സിലാവും എന്ത്. ഇന്നൽ ഹഖ തആല, അല്ലാഹു തആല ലാ യഖ്സുദു അലമ അബ്ദിഹി, തന്റെ അടിമയെ വേദനിപ്പിക്കൽ ആർക്കും ഉദ്ദേശമില്ല. എന്തുകൊണ്ട്? വഹുവ ബിഹി റഹീം, അവരോട് ഏറെ കരുണയുള്ളവനാണ് ആര്? അല്ലാഹു. പിന്നെ എന്തിനാ അവിടെ വേദനിപ്പിച്ചു? ഓ നന്നാണോ? മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ വേദനിക്കൂല. ഒരു മുഅ്മിനായ മനുഷ്യനെ 2 വട്ടം ഒരു മാളത്തിൽ നിന്ന് പാമ്പ് അടിക്കൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 2 വട്ടം ഒരു മുഅ്മിനായ മനുഷ്യനെ 2 വട്ടം ഒരു മാളത്തിൽ നിന്ന് പാമ്പ് കടിക്കൂല, അതിൻ്റെ അർത്ഥം എന്താ? ഒരു മുഅ്മിനായ മനുഷ്യനെ 2 വട്ടം ഒരു മാളത്തിൽ നിന്ന് പാമ്പ് അടിക്കൂല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം അവനെ റഹ്മത്ത് കിട്ടിയിട്ടുണ്ട് എന്നാണ്. പക്ഷെ അവന് ബോധം ഉണ്ടായില്ല. 2 വട്ടം കടിക്കണമെങ്കിൽ 1-ാമത്തെ മട്ടത്തിൽ ഇപ്പം ബാക്കിയാണ്ട്. എന്തൊരു മനുഷ്യൻ! അപ്പൊ അള്ളാന്റെ റഹ്മത്തോട് കിട്ടിയാലോ എന്ത്? പടച്ചോനെ റബ്ബേ, ഒന്ന് പറ മനുഷ്യ. ഒരു മുഅ്മിനായ മനുഷ്യനെ 2 വട്ടം ഒരു മാളത്തിൽ നിന്ന് പാമ്പ് അടിക്കൂല, അതിന്റെ മാനം എന്താ? 2 വട്ടം കടിക്കൂല, 1-ാമത്തെ വട്ടം പറ കടിച്ചു, റബ്ബ് റഹ്മത്ത് ചെയ്തു. എന്താ റഹ്മത്ത്? ഫഅബഖ ഹയാതഹു, ഒരു ഹയാത്തിനെ ബാക്കിയാക്കി കൊടുത്തു. പക്ഷെ അവൻ എന്തുണ്ടായില്ല? ഫഗഫല വദഹല, പിന്നെ ഓൻ എന്തുണ്ടായില്ല? അതിൽ തന്നെ പോയി കടിച്ചോട്ടെ, ദൈവം പോയിക്കോട്ടെ. 2 വട്ടം കടിക്കണമെങ്കിൽ അള്ളാഹു റസൂൽ പറഞ്ഞോ ഒരു മനുഷ്യനെയും 1 വട്ടം പാമ്പ് അടിക്കൂല എന്ന് പറഞ്ഞു. ഒരു മുഅ്മിനായ മനുഷ്യനെ മാളത്തിൽ നിന്ന് പാമ്പന്നെ അടിക്കൂലായിരുന്നു. ഒരു മുഅ്മിനായ മനുഷ്യനെ മാളത്തിൽ നിന്ന് പാമ്പന്നെ കടിക്കൂല. കടിക്കണമെങ്കിൽ മനുഷ്യരെ ഞാൻ ഉണ്ടാവും. അവിടെ പറഞ്ഞാൽ പറഞ്ഞു, ഒന്ന് പറ ചങ്ങാതി, പറഞ്ഞോ? ഇല്ല. അപ്പൊ എന്താണ്? ഒരു മുഅ്മിനായ മനുഷ്യനെയും മാളത്തിൽ നിന്ന് പാമ്പ് അടിക്കുകയും തൊടുവാൻ പഠിച്ചു. ശ്രദ്ധിക്കാൻ നടന്നു, പാമ്പ് കടിച്ചു. എന്നിട്ട് അല്ലാഹു തആല റഹ്മത്ത് ചെയ്തു, ഉണ്ടായില്ല, മരിച്ചില്ലോ. അപ്പൊ അള്ളാഹുന് വലിയ റഹ്മത്ത് കിട്ടി. പിന്നെ ഇങ്ങനെ പത്രാസിന് നടക്കുക, പാമ്പും കടിക്കും, അള്ളാഹ് പിന്നെയും തരും. അത് നടക്കൂല. എങ്ങനെ പത്രാസിൽ 12 കളിച്ചുകൊണ്ട് നടക്കുക, എന്നിട്ട് പാമ്പ് പിന്നെയും കടിക്കുക, പിന്നെയും അള്ളാഹ് പിന്നെയും എനിക്ക് ജീവൻ തരിക, അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ ഇതൊരു കുതിരയായല്ലോ, ഉണ്ടാവില്ല. അള്ളാന്റെ വലിയ റഹ്മത്ത് കിട്ടി, ഞാൻ വഴിക്ക് പോകണ്ട. ബോധമുള്ള പോകൂല, ബോധമില്ലാത്തവൻ വേലിയും പോവും. പിന്നെ അവൻ എന്ത് വിചാരിക്കും? ആരാണ് ഒന്നിനും കൊള്ളാത്തവൻ എന്ന് നിങ്ങൾക്കറിയുമോ? ഒന്നിനും കൊള്ളാത്തവൻ ആരാ? തോന്നിയതുപോലെ നടന്നു നേരെയാക്കും എന്നാലോചിക്കുന്നവൻ അവനാണ് ഒന്നിനും പറ്റാത്തവൻ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്ത്? ആരാ ആരാ ആരാ? ഒന്നിനും കൊള്ളാത്തവൻ ആരാ? അവന്റെ ഹവ അനുസരിച്ച് അങ്ങനെ ജീവിച്ചു. അള്ളാഹുവിന്റെ മേൽ ആഗ്രഹിച്ചു. കണ്ടോ? അതിനൊക്കെ പരിഹാരം ഉണ്ടോ? ഇവിടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ UDF LDF നേതാക്കന്മാരോടൊക്കെ വിളിച്ചറിയില്ലേ, ഓനൊക്കെ അവിടെ ഉണ്ടാവും. അവിടെ UDF വേറെ ക്യാബിൻ ഉണ്ടാവും, LDF വേറെ ക്യാബിൻ ഉണ്ടാവും. എന്തിനുണ്ടെങ്കിൽ അവരോട് പോയി പറഞ്ഞാൽ മതി. UDF LDF BJP AAP ഓരോക്കെ ആളുകൾ ക്യാബിനറ്റിരിക്കുന്നുണ്ടാവും. ബുദ്ധിമുട്ടുള്ളവർ ഈ വാഹനത്തിൻ്റെ തൊട്ട് പിറകെ മറ്റൊരു വാഹനത്തിനൊന്ന് ഞങ്ങളെ സമീപിക്കുക എന്ന് പറഞ്ഞ ആളുകളൊക്കെ അവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ച് മുത്തമന്നായാലല്ല, ബാക്കിയൊക്കെ അള്ളാഹ് നോക്കിക്കോളും. അങ്ങനെ കുതിരോട്ട് നടന്നു, ഓൻ കടലിലേക്ക് ചാടി. എന്തിനും കഴിവുള്ളവനാണെന്ന് ഇന്ന് സുബൈക്കും 10 തൊട്ട് പറഞ്ഞത് മനസ്സിലായില്ല. സംസ്കരിച്ച പിന്നെ എന്താ പറയാ? പിന്നെ എന്തിനു കഴിയണോ? നമ്മൾ കാടിനെതി രക്ഷപ്പെടുത്താൻ അള്ളാഹ് കഴിയുമല്ലോ, അതൊക്കെ കഴിയുകയൊക്കെ ചെയ്യും. പക്ഷേ മഹേശ്വരിന്ന് ബോധം മഹേശ്വരിന്നായിരിക്കും. നിന്നെ മനസ്സിലായില്ലേ? നീ ചിന്തിക്കണം. ഒന്നിനും പറ്റാത്തവനാരാ? അപ്പൊ നമുക്കൊരു പ്രയാസം ഉണ്ടാവും, മറ്റൻ വിഷമിക്കണ്ട. ആ പ്രയാസം അള്ളാഹു നിനക്ക് തന്നതാണ്. എന്തിന്?
നീ നന്നായി തരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒന്നും വിചാരണ്ട. പിന്നെ അതിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. എന്താ മനസ്സിലാക്കാൻ കഴിയണം? അള്ളാഹുവിനെ മനസ്സിൻ്റെ ദർപ്പണത്തിൽ അള്ളാഹ് കൊണ്ട് നടക്കുന്നവൻ ഒരാളോടും എന്ന് പറയില്ല, എന്ന് പറയില്ല. ഭർത്താവിൻ്റെ 2 അടി കിട്ടി, ഒട്ടോ എന്ന് പറഞ്ഞാൽ 2 അടിയാണ് കിട്ടി. ഭാര്യക്ക് കിട്ടാലോ, കിട്ടി. മനസ്സിലായില്ലേ? മരുമക്കത്തായ സമ്പ്രദായം നോക്കുക. ഭർത്താക്കന്മാർ ഭാര്യയുടെ വീട്ടിൽ വന്ന് പാർക്കലിനാണ് എന്ത് പറയാ? മരുമക്കത്തായ. ഓളമ്മ അവിടെ ഉണ്ട്, ഓളെ വാപ്പ അവിടെ ഉണ്ട്. ഇവൾക്ക് അടികെട്ടിയെങ്കിൽ ഭർത്താവിനോട് ഇഷ്ടമുള്ളോളും ഇഷ്ടമില്ലാത്തോളും, ഇഷ്ടമുള്ളോളും മിണ്ടെന്നല്ല. ഇഷ്ടമില്ലാത്തോലോ തോണ്ടിയപ്പോലും അവിടെ പോയി പറയും. അപ്പോൾ നമ്മൾ ഇന്ന് നമുക്കുള്ള പ്രയാസങ്ങൾ കണ്ടവരോടൊക്കെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മൾ ആരെപ്പോലെയാണ്? പുതിയാപ്പിളിന് ഇഷ്ടമില്ലാത്ത പെണ്ണുങ്ങളെ പോലെയാണ്. ഇവളെന്താ ആദ്യത്തെ പെണ്ണിൻ്റെ പറയാഞ്ഞോ? ഓക്ക് അത്ര ഇഷ്ടമാണ് ആരോട്? അയ്യോ, നിങ്ങളോടാണല്ലോ ഞാൻ അത് പറഞ്ഞു പോയത്. നിങ്ങളോടായിപ്പോയല്ലേ ഞാൻ അത് പറഞ്ഞു പോയത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നല്ല ചുമലിന്റെ എല്ലാവരും പൊട്ടും. കിട്ടി നല്ല അട്ടിയ. അപ്പം തന്നെ കരഞ്ഞൊന്നുമില്ല. മൂപ്പര് ഗൾഫ് ഇപ്പോൾ ജോലിക്കൊക്കെ പോയി, പീടിക്കൊക്കെ പോയി, മോട്ടോർ സൈക്കിൾ എടുത്ത് പോയിട്ട് പിന്നെ ഒരു 1/2 മണിക്കൂർ ലീവ് എടുത്തിട്ട് കരഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വാതിലാണ് അടച്ച് പിന്നെ കരഞ്ഞു. എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കക്കൂസിൽ കയറിയിട്ട് ഇത് പൈപ്പ് തുറന്നിട്ട് കരഞ്ഞു. കാരണം അമ്മയും ബാപ്പയും അറിയാൻ പാടില്ല. വേദന. പക്ഷെ ഭർത്താവിനെ ഒരു കുറ്റം പറഞ്ഞ് സഹിക്കാൻ കഴിയില്ല. തന്നെ നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോഴത്തേന് കണ്ടവരോടൊക്കെ പറയാം, എന്ത് എത്ര കാലമായി ദ്വാർന്ന് നടക്കണം, ഇതെങ്ങനെ തന്നെ. നമ്മളൊക്കെ കാര്യം അങ്ങനെയാണ്. ആ യൂസുഫയിലെ പേരും ചെയ്തു. ആ നേരത്താണ് നമ്മളെ കയ്യിലൊരു കത്തിയുള്ളത്. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? അതൊക്കെ മുറിച്ച് പിന്നെ ഇപ്പോൾ 2 ആഴ്ച ആശുപത്രി കിടന്ന് പിന്നെ ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് അനസ്തേഷ്യ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് നീട്ടിയിരിക്കുകയാണ്. എന്താ ചെയ്യുക? എന്താ പെണ്ണ് പറയോ? ഓളും എന്താ പറയുക, കൈ എന്നാണ് ചെത്തിപ്പോയാലും ഒന്നും കൂടി യൂസുഫിനെ കണ്ടിരുന്നെങ്കിൽ എന്നാ പറയാം. യൂസുഫിൻ്റെ ജമാല് ആ കൂട്ടത്തിൽ വേറൊരു പെണ്ണുണ്ട്, ഇത് സങ്കല്പിക്ക്. ഓക്കെ കണ്ണനല്ല. ഓളവിടുന്ന് എന്ത് പറയും? യൂസുഫ് മുന്നിലെത്തിയാലും യൂസുഫ് മുന്നിലുണ്ട്, ഓളെന്ത് പറയും? എന്തേ? അവൾക്ക് എന്തില്ല? കണ്ണില്ല. തൊട്ട് മുന്നിൽ യൂസുഫുണ്ട്, കണ്ടില്ല. എന്തുകൊണ്ട് കണ്ണില്ല? ഇങ്ങനെ നമുക്ക് റബ്ബ് തൊട്ട് മുന്നിലുണ്ട്, കാണൂല. നമ്മൾ അന്ധന്മാരാണ്. രായത്തുണ്ടല്ലോ, എന്ത്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ. അല്ലാഹുവിനെ കാണൂല. വലഹും ആദാൻ ലാ യസ്മഉ, കേൾക്കേണ്ടത് കേൾക്കൂല. ഉലൈക കല്ലനാ, മൃഗങ്ങളെ പോലെയാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അലൻ നബി സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് إلهي لست للفردوس أخلا فابلي توبة إلهي لست للفردوس أخلا ولا أقوى على نار الجحيم فإنك غافر ذنب العظيم. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم ولا الضالين آمين. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين استعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.